നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഒരു ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 17. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ലൂക്ക് 17 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 11, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചയമുള്ളതും കർത്താവിനെ ആരാധിക്കാനായിട്ടൊക്കെ കൂടി വരുമ്പോൾ സാധാരണ വായിച്ച് ധ്യാനിക്കുന്നതുമായ ഒരു വേദഭാഗമാണ് ഈ ഭാഗം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഭാഗത്തുനിന്ന് ആത്മീയമായിട്ട് നമ്മെ ഉത്തേജിപ്പിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കേണ്ട, വെല്ലുവിളിക്കുന്ന ചില ചിന്തകൾ വായിച്ച് ഗ്രഹിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഇടയായി. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്ത് നടന്ന സംഭവം എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും അറിയാം. കുഷ്ഠരോഗികളായ 10 പേരെ കർത്താവ് സുഖപ്പെടുത്തി. അതിലൊരാൾ മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് ദൈവത്തിന് നന്ദി പറഞ്ഞ കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ശരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഗ്രഹിക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്, ഈ ഭാഗത്തു നിന്ന് നാം 12-ാം വാക്യത്തിൽ വായിക്കുന്നത് കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ. അവിടെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ദ wretchedness of sin, പാപത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭയാനകമായ അവസ്ഥ. ദ wretchedness of this disease. നമുക്കറിയാം, മറ്റു രോഗങ്ങൾ പോലെ അല്ല കുഷ്ഠരോഗം എന്ന് പറയുന്നത്. പനി പോലെയോ തലവേദന പോലെയുള്ള ഒരു രോഗമല്ല കുഷ്ഠരോഗം. അത് വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയാം. കുഷ്ഠരോഗം വളരെ ഭയാനകമായ രോഗമാണ്. കൈകളും കാലുകളും ഒക്കെ, വിരലുകളൊക്കെ അറ്റുപോകും, ശരീരം ദ്രവിച്ചു പോകും, നമ്മുടെ കണ്ണുകളൊക്കെ ദ്രവിച്ചു പോകും. അങ്ങനെയുള്ള ഭയങ്കരമായ ഒരു അസുഖമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആളുകളെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്, they were in a very very wretched condition. വളരെ പരിതാപകരമായ, മോശമായ, അരിഷ്ടകരമായ ഒരു അവസ്ഥയിലായിരുന്നു അവർ. വേദപുസ്തകത്തിൽ സാധാരണ നമ്മൾ കുഷ്ഠരോഗത്തെ നമ്മുടെ പാപത്തോട് ഉപമിച്ചാണ് ചിന്തിക്കാറുള്ളത്. എല്ലാവർക്കും അറിയാം, നാം പാപകുഷ്ഠം ബാധിച്ചവരായിരുന്നു. നമ്മുടെയും കാര്യം അങ്ങനെ തന്നെയായിരുന്നു. പാപം നമ്മെ ഏറ്റവും മോശമായ, ഏറ്റവും ഭയങ്കരമായ, ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ പാപാവസ്ഥയുടെ വിവരണം പലയിടത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഉണ്ട്. റോമാലേഖനത്തിലുണ്ട്, കൊരിന്ത് ലേഖനത്തിലുണ്ട്. പാപങ്ങളുടെ ഒരു പട്ടികയും വിവരണവും അനേക ഇടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ മ്ലേച്ഛകരമായ അനേക വാക്കുകൾ, അനേക കാര്യങ്ങൾ പാപത്തോട് ബന്ധപ്പെടുത്തി തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ ഏറ്റവും മ്ലേച്ഛകരമായ, wretched-ആയിട്ടുള്ള, അരിഷ്ടകരമായൊരു നിലയിലായിരുന്നു ഈ ആളുകൾ, ഈ 10 പേരായിരുന്നത്. എന്നാൽ അവർക്ക് സംഭവിച്ച ഒരു മഹാകാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്. അവര്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. അവര് കരുണയ്ക്കാടി യാചിച്ചു. കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പുരോഹിതന്മാർക്ക് കുഷ്ഠം സൗഖ്യമാക്കാനുള്ള കഴിവില്ല. എന്നാൽ കുഷ്ഠം സൗഖ്യമാക്കി എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം പുരോഹിതന്മാർക്കാണുള്ളത്. അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ അടുത്ത് പോകാൻ പറഞ്ഞത്. പുരോഹിതന്മാർ സുഖമാക്കുകയില്ല, എന്നാൽ സുഖപ്പെട്ടു എന്ന് ഉള്ള സാക്ഷ്യപത്രം നൽകാനായിട്ട് അധികാരമുള്ള ആളുകൾ പുരോഹിതന്മാരാണ്.
അതുകൊണ്ട് ഇവർക്ക് സുഖം വന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ആർക്കും വേണ്ടാതെ വണ്ണം ആ സമൂഹത്തിൽ അവർ അംഗീകരിക്കപ്പെടണമെങ്കിൽ പുരോഹിതന്മാരുടെ സാക്ഷ്യപത്രം വേണം. അതുകൊണ്ട് ആ സാക്ഷ്യത്തിനായിട്ടാണ് ന്യായപ്രമാണം അനുശാസിക്കുന്ന പോലെ പുരോഹിതന്മാരുടെ അടുത്ത് പോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അവർ പുരോഹിതന്മാരുടെ അടുത്ത് പോയപ്പോൾ ആ പോകയിൽ തന്നെ അവർക്ക് സംഭവിച്ച ഒരു കാര്യം, അവർ ശുദ്ധരായി തീർന്നു. They were cleansed. അവർക്ക് രൂപാന്തരം വന്നു. രണ്ടാമത് ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് ട്രാൻസ്ഫർമേഷൻ എന്നുള്ള വാക്കാണ്. ആദ്യത്തെ വാക്ക് റെച്ചഡ്നെസ്, അവരുടെ അരിഷ്ടകരമായ അവസ്ഥ. രണ്ടാമത്തെ വാക്ക് ട്രാൻസ്ഫർമേഷൻ, അവർക്കുണ്ടായ വലിയ രൂപാന്തരം. കുഷ്ഠരോഗം സുഖമായി. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ കാര്യമല്ല. കുഷ്ഠരോഗം സുഖമാകുക എന്നൊരു കാര്യം എളുപ്പമുള്ളൊരു കാര്യമല്ല. പഴയ നിയമത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കുഷ്ഠരോഗം സുഖമായ കാര്യം, നയമാന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ആ സംഭവങ്ങൾ കഴിഞ്ഞ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രത്യേക അത്ഭുതകരമായ സംഭവമാണത്, പ്രവാചകന്മാരുടെ കാലത്ത്. ആ സംഭവങ്ങൾ കഴിഞ്ഞ് ചരിത്രത്തിൽ ആരുടെയും കുഷ്ഠം ഭേദമായിട്ട് രേഖയില്ല. ഇസ്രയേലിലാകട്ടെ, ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ആകട്ടെ, ആരുടെയും കുഷ്ഠം മാറിയതായിട്ട്, അതായത് കുഷ്ഠരോഗം ഈ നിലയിൽ സൗഖ്യമായതായിട്ട് വിശ്വസനീയമായ രേഖയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രവാചകന്മാരുടെ കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, ചിലരുടെ കുഷ്ഠം അത്ഭുതകരമായിട്ട് സുഖപ്പെട്ടിട്ടുണ്ട്. അതൊഴിച്ചാൽ ആരുടെയും കുഷ്ഠം സൗഖ്യമായതായിട്ട് രേഖയില്ല. അത് കഴിഞ്ഞ് കുഷ്ഠം സൗഖ്യമാക്കിയത് കർത്താവാണ്. കുഷ്ഠരോഗം സൗഖ്യമാക്കുക എന്നുള്ളത് കർത്താവിന് മാത്രം ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ മെസ്സിയാനിക് മിറക്കിൾസ് എന്ന ഒരു സീരീസ് ഇവിടെ പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മശിഹ വരുമ്പോൾ ചെയ്യുന്ന ചില പ്രത്യേക അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ മശിഹായ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ചില അത്ഭുതങ്ങളുണ്ട്. 3-4 അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒരത്ഭുതം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുക എന്നുള്ളതാണ്. ഒരാൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയാൽ അയാൾ മശിഹ ആയിരിക്കണമെന്ന് യഹൂദന്മാരുടെ എഴുത്തുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് കുഷ്ഠരോഗം സൗഖ്യമാക്കാൻ മശിഹായ്ക്ക് മാത്രമേ കഴിയൂ. വേറെ 3 അത്ഭുതങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കുഷ്ഠരോഗത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത്ഭുതകരമായി അസാധാരണമായ നിലയിൽ ആക്കപ്പെടുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. അത് കർത്താവിന് മാത്രമേ സാധിക്കൂ. കർത്താവ് സൗഖ്യമാക്കി ഇവർക്ക് വലിയ ഒരു രൂപാന്തരം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മളിത് ചിന്തിക്കുന്നത്. പാപകുഷ്ഠം ബാധിച്ചിരുന്നവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവർത്തനത്താൽ വലിയ രൂപാന്തരം, വലിയ സൗഖ്യം വന്നു. നമ്മളെല്ലാം ആ കൂട്ടത്തിലുള്ളവരാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ആ നിലയിലുള്ള വലിയ രൂപാന്തരം വന്നവരാണ്. ഈ കുഷ്ഠരോഗം ബാധിച്ച ആളുകൾ നോക്കിയപ്പോൾ അവരുടെ കൈ അല്ലെങ്കിൽ അവരുടെ ശരീരം നോർമലായിരിക്കുന്നു. നമ്മൾ പഴയമത്തിൽ വായിക്കുന്ന പോലെ ബാലന്റെ കുഷ്ഠരോഗം ബാധിച്ച ആള് സൗഖ്യമായപ്പോൾ ബാലന്റെ ശരീരം പോലെ മൃദുവായ ശരീരമുള്ളവനായിത്തീരുന്നു. ഇതൊരു മഹാത്ഭുതമാണ്. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും നമുക്ക് സംഭവിച്ച ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരം എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്. രക്ഷ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന വലിയ ഒരു രൂപാന്തരത്തിന്റെ വേലയാണ് രക്ഷ എന്ന് പറയുന്നത്. അത് ലഘുവായിട്ട് നടക്കുന്നതോ എളുപ്പമായി സാധിക്കാവുന്നതോ സാധാരണയായ ഒരു കാര്യമല്ല. കുഷ്ഠരോഗം മാറുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി ആത്മീക രൂപാന്തരം, ആത്മീക കുഷ്ഠം, പാപകുഷ്ഠം മാറുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. രക്ഷ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷയെ വളരെ ലഘുവായിട്ട് ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, ചെറുക്കൻ രക്ഷിക്കപ്പെട്ടതാണ്, പെണ്ണ് രക്ഷിക്കപ്പെട്ടതല്ല. ഏതായാലും പെണ്ണിനോട് ആരെങ്കിലുമൊക്കെ പോയി ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവള് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുകയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ
അങ്ങനെ എളുപ്പത്തിൽ ഒരാളോട് 5 മിനിറ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ ഹൃദയത്തിൽ പാപബോധം വരുത്തി ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് അനുതാപത്തോടും ഹൃദയത്തകർച്ചയോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ദൈവാത്മാവ് ഒരുത്തന്റെ ഉള്ളിൽ നടത്തുന്ന വലിയൊരു വേലയാണ് രക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വസിച്ചോ, ഞാൻ വിശ്വസിച്ചു, കൈപൊക്കി ഓക്കെ എന്നെ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ ഒരു കാര്യം അല്ല രക്ഷ. ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന പലരുടെയും രക്ഷ ശരിയാണോ എന്ന് പിൽക്കാലത്ത് സംശയിക്കാൻ ആവശ്യം വരുന്നത്. ആഴമായൊരു വേല, ആഴമായൊരു രൂപാന്തരം പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, നാം അതിനെ ചോദ്യം ചെയ്യുകയല്ല. എന്നാൽ കുഷ്ഠരോഗം മാറിയെന്ന് പറയുന്നത് പോലെ പാപകുഷ്ഠം മാറുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോമിംഗ് വർക്കാണ്. ദൈവത്തിന്റെ വലിയ ഒരു രൂപാന്തര വേലയാണ്. ഇതുപോലെ അത്ഭുതകരമായൊരു വേല വേറെയില്ല. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പാപകുഷ്ഠം മാറുക എന്നുള്ളതാണ്. നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് അത്ര അത്ഭുതകരമായൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഞാൻ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു അത്രയും നമ്മൾ ചിന്തിക്കാറുള്ളൂ. എന്നാൽ അത് വളരെ വലിയൊരു വേലയാണ്, ദൈവം ചെയ്യുന്ന വളരെ വലിയൊരു വേലയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം നമുക്കറിയാം. പൗലോസ് എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ളത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തർസോസുകാരനായ ശൗലായിട്ട് അറിയപ്പെടുന്ന കാലത്ത് താൻ എങ്ങനെയുള്ളവനായിരുന്നുവെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 1 തിമോത്തി 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. പൗലോസ് പറയാണ്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു. അങ്ങനെയുള്ള എനിക്ക് കരുണ ലഭിച്ചു. 15-ാം വാക്യത്തിൽ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഇതാണ് പൗലോസിന് കിട്ടിയ രക്ഷ. കൊലയും ഭീഷണിയും വിശ്വസിച്ചുകൊണ്ട് നിഷ്ഠൂരനും നീതനും ക്രൂരനുമായി നടന്നിരുന്ന വൈരാഗ്യം പൂണ്ടിരുന്ന ഒരുവനായിരുന്നു തർസൂസുകാരനായ ശൗൽ. എന്നാൽ ദൈവം അവനോട് കരുണ കാണിച്ചപ്പോൾ എന്തൊരു വലിയ രൂപാന്തരമാണ് ഈ ശൗലിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവൻ രക്ഷിക്കപ്പെടാനിടയായത് മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയൊരു അപ്പോസ്തലനായി തീർന്നു. ലോക ചരിത്രം പരിശോധിച്ച എത്രയോ അത്ഭുതകരമായ രൂപാന്തരങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജർമ്മനിയിൽ ഒരു ബാലനുണ്ടായിരുന്നു. അവന് ടീനേജ് മുതൽ ഏറ്റവും കൊള്ളരുതാത്തവനായിരുന്നെന്ന് പറഞ്ഞാൽ പോരാ, എന്തൊക്കെയായിരുന്നു കൊള്ളരുതാമെന്ന് കൂടെ പറയാം. മദ്യപാനം, ടീനേജിൽ തന്നെ മദ്യപാനിയായി, ചൂതുകൾ. പിന്നെ അവൻ്റെ അമ്മ 14-ാമത്തെ വയസ്സിലാണ് അവൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരിക്കുന്ന രാത്രിയിൽ ദൂരെ ഒരു ടാവേണിൽ, അതായത് കുടിക്കുന്ന സ്ഥലത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മരിച്ച് 1 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അമ്മ മരിച്ചെന്നുള്ളത് ഇവൻ അറിയുന്നത്. കൂട്ടുകാരുടെ കൂടെ ചീട്ട് കളിക്കുക. മാത്രമല്ല, ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് കാശ് കൊടുക്കാതെ അവിടുന്ന് മുങ്ങിയതിന് ചില ആഴ്ചകൾ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു. പാസ്പോർട്ട് എടുക്കാനായിട്ട് പേപ്പേഴ്സ് ഫോർജ് ചെയ്ത്, അതായത് കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതിന് ജയിലിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ ഭയങ്കരനായ ഒരു മനുഷ്യനുണ്ടായി, ഒരു ബാല്യകാലത്തെ കാര്യം പറഞ്ഞത്. ഈ ആള് രക്ഷിക്കപ്പെടാനിടയായി. അയാളാണ് ജോർജ് മുള്ള. ഞാനീ പോയ മ്യൂസിയത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനത് ചുരുക്കം നിങ്ങളോട് പറഞ്ഞതേ. ജോർജ് മുള്ളർ നമ്മൾ കേൾക്കുമ്പോൾ ലോകപ്രസിദ്ധനായ പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ. ആ ജോർജ് മുള്ളറിന്റെ കാര്യം അതാണ് ഇപ്പോൾ പറഞ്ഞു. 14-ാമത്തെ വയസ്സിൽ കാണിച്ചിരുന്ന കുറ്റകൃത്യങ്ങൾ നമ്മളാരും അതുപോലൊന്നും കാണിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുക.
അങ്ങനെയുള്ള ആളായിരുന്നു ജോർജ് മുള്ള. എന്നാൽ തൻ്റെ പാപകുഷ്ഠം സൗഖ്യമായി. തൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കാണുകയില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഹൃദയമുള്ളവരായി, സ്വഭാവമുള്ളവരായി, സാധ്യതയുള്ളവരാണ് സകല മനുഷ്യരും. നമ്മളുമെല്ലാം ആ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അത് ചെയ്യാൻ അവസരം കിട്ടാഞ്ഞുകൊണ്ട് ചെയ്തില്ലെന്നേ ഉള്ളായിരിക്കും. എന്നാൽ നമുക്ക് കർത്താവ് തന്ന രക്ഷ, കർത്താവിൽ ശരണപ്പെട്ട് രക്ഷിക്കപ്പെടാനിടയായി എന്നുള്ളത്, കരുണ കാണിക്കണമേ എന്നുള്ള നിലവിളി കേട്ട് അവൻ നമ്മെ സൗഖ്യമാക്കി, ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ ഇത്രയും അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ രക്ഷയുടെ വലിപ്പം അത് ചെറുതായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ലഭിച്ച രക്ഷ എത്ര വലിയ രക്ഷയാണ്, എത്ര വലിയൊരു വേലയാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ വീണ്ടും ജനനം വഴി സാധിച്ചത്. നമുക്കറിയാം, ജനനമെന്ന് പറയുന്നതിന് വലിയൊരു സംഭവമാണ്. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയാ, ഇത് മനസ്സിലാക്കാൻ ഒക്കുന്ന കാര്യമല്ല. എന്തൊരു വലിയ അത്ഭുതമാണ് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അസ്ഥികൾ, മുടി, ഇതൊക്കെ വലുതായി വരുന്നു, നഖം ഇതൊക്കെ ഉളവായി വരുന്നു എന്ന് പറയുന്നത്. ജീവൻ ഉളവാകുന്ന എന്തൊരു വലിയ അത്ഭുതമാണ്. അത് ദൈവത്തിന്റെ വേലയാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. നിക്കോദിമോസിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിക്കോദിസ് അന്തം വിടുക. പ്രായമായ ശേഷം ഒരുവൻ അമ്മയുടെ ഉദരത്തിൽ കിടന്നത് ജനിക്കുന്നത് എങ്ങനെ ഒരു നിലയിലും മനസ്സിലാക്കാനൊക്കെ ഇല്ല. അത്രയ്ക്ക് അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് രക്ഷയുടെ പ്രവർത്തനം, രൂപാന്തരത്തിന്റെ പ്രവർത്തനം. ഞാനിത് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ഈ വലിയ വേല നടന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. ഇവർ ശുദ്ധരായി തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, അതിന് 15-ാമത്തെ വാക്യത്തിൽ അവർ 15-ാമത്തെ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടു. അടുത്ത വാക്ക് റിയലൈസേഷൻ. അവന് ബോധ്യമുണ്ടായി. ഈ സുഖപ്പെട്ടവന് സൗഖ്യം വന്നെന്നവൻ കണ്ടു. ഈ റിയലൈസ്, അവന് ബോധ്യം വന്നു. എന്ത് ബോധ്യം വന്നു? എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്നിൽ വലിയ ഒരു വേല നടന്നു, എനിക്ക് സൗഖ്യം വന്നു എന്നുള്ള വലിയ ബോധ്യം അവനുണ്ടായി. നമുക്ക് ആ ബോധ്യം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇത്ര വലിയൊരു വേല ദൈവം ചെയ്തു. ഇതൊരു കൊച്ചു കാര്യമല്ല. രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി എന്നുള്ളത് ദൈവാത്മാവിന്റെ അത്ഭുതകരമായൊരു പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടന്നതാണ് എന്നുള്ള ആ ആഴമേറിയ ബോധ്യം, ആ വലിയ വേലയെക്കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ, ഒരു മതിപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? രക്ഷയെക്കുറിച്ച്, നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഇവന് അത് ബോധ്യം വന്നു. He saw that he was cleansed. അവന് സൗഖ്യമായി എന്ന് അവൻ കണ്ടു. അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്നത്, അവൻ മടങ്ങി വന്നു. He returned. സൗഖ്യമായി എന്നുള്ള ബോധ്യമാണ് മടങ്ങി വരാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്. His return, അവന്റെ മടങ്ങി വരവ്. എന്താ മടങ്ങി വരവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ഒരു പരിശ്രമം ചെയ്ത് അവൻ മടങ്ങി വന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പോയ വഴിക്ക് പോവുകയല്ല, മനഃപൂർവമായി അവൻ ഒരു എഫർട്ട് എടുത്തു, ഒരു പരിശ്രമം എടുത്തു. എന്തിന്? മടങ്ങി സൗഖ്യമാക്കിയവന്റെ അടുത്തേക്ക് അവന് നന്ദി പറയുവാൻ, അവനെ നമിക്കുവാൻ. സൗഖ്യമാക്കിയവന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അത് മനഃപൂർവമായി അവൻ ചെയ്ത ഒരു കാര്യമാണ്. ഈ കർത്താവ് ഇവരോട് ആരോടും പറഞ്ഞില്ല, നിങ്ങൾക്ക് സൗഖ്യമാകുമ്പോൾ നിങ്ങൾ മടങ്ങി വരണം കേട്ടോ, ഒരു വാക്ക് നന്ദി പറഞ്ഞേച്ച് പോകാവുന്നു. കർത്താവ് ആരോടും പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞോ? പോയി നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സൗഖ്യമായവര് തിരിച്ചു വരണമെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷേ വരാഞ്ഞപ്പോ കർത്താവ് ചോദിച്ചു, എന്താ വരാഞ്ഞ്? വരാത്തവരെ കുറിച്ച് കർത്താവ് ചോദിച്ചു, എന്താ വരാഞ്ഞ് എന്ന്. നാം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കുഷ്ഠരോഗം സൗഖ്യമായെങ്കിൽ, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായെങ്കിൽ അവൻ മടങ്ങി വരും. അവൻ തീർച്ചയായിട്ടും മടങ്ങി വരും.
അങ്ങനെ മടങ്ങി വരുവാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തേക്ക് വരുമ്പോൾ വേറൊരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദ ലോർഡ്സ് എക്സ്പെക്ടേഷൻ, കർത്താവിൻ്റെ പ്രതീക്ഷ. കർത്താവ് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവർ എന്താ വരാഞ്ഞത് എന്ന് പറഞ്ഞാൽ മടങ്ങി വരണമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൻ്റെ പ്രതീക്ഷ. അപ്പോൾ ശുദ്ധരായി തീർന്ന എല്ലാവരും മടങ്ങി വരണമെന്ന് പ്രത്യേകം പറഞ്ഞില്ല, പക്ഷേ മടങ്ങി വരണമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ രക്ഷയുടെ അനുഭവം ഒരുവന്റെ ഉള്ളിലുണ്ടായെങ്കിൽ അവന് മടങ്ങി വരവിന്റെ അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അവന്റെ നന്ദിയും ബഹുമാനവും കാണിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വരിക എന്ന് പറഞ്ഞാൽ യോഗത്തിന് വരുന്ന കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. യോഗത്തിന് വരണം, എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വരുന്ന ഒരു അനുഭവം അവനുണ്ടാകണം. അവൻ്റെ ഉള്ളിൽ ഈ ബോധ്യം, എനിക്ക് ഇത്ര വലിയ സൗഖ്യം ലഭിച്ചു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ സൗഖ്യമാക്കിയവൻ്റെ അടുത്ത് ചെല്ലണം, അവനെ നമിക്കണം, അവനോട് നന്ദി പറയണമെന്നുള്ള ഉൾപ്രേരണ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ആരാധനയ്ക്ക് നല്ലൊരു നിർവചനം ആരോ കൊടുത്തിട്ടുണ്ട്. വർഷിപ്പ് ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ബഹിർഗമിക്കുന്ന ഒന്നാണ് ആരാധന. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി വരുന്നതാണ് ആരാധന. എന്താ ആരാധന എന്ന് പറഞ്ഞാൽ? സൗഖ്യമാക്കിയവന്റെ മഹത്വം, അവന്റെ വലിപ്പം അതോർത്ത് അവനെ സ്തുതിക്കുകയും ആ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുക. അതെല്ലാം കൂടെ ചേർന്നുള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ടതാണ്. സൗഖ്യം ലഭിച്ചു എന്ന് ബോധ്യമുള്ളവർ മടങ്ങി വരണം. ഞാൻ ഒരിക്കലൊരു ഒരിടത്ത് വെച്ചൊരു യുവാവിനോട്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവാവ് തന്നെയാണ്, സംസാരിക്കാനിടയാണ്. അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സംസാരിച്ചു വന്ന വഴിക്ക് ചോദിച്ചു, നീ പ്രാർത്ഥിക്കാറുണ്ടോ? അവന് അതിൽ സത്യസന്ധനായിരുന്നു. പറഞ്ഞില്ല, പ്രാർത്ഥിക്കാറില്ല. വേദപുസ്തകം വായിക്കാറുണ്ടോ? ഇല്ല, വേദപുസ്തകം വായിക്കാറില്ല. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം അപ്പൻ്റെ അമ്മയുടെ കൂടെ വായിക്കുമെന്ന് പറഞ്ഞു, അല്ലാതെ പ്രാർത്ഥിക്കുന്നുമില്ല, വേദപുസ്തകം വായിക്കുന്നുമില്ല. രക്ഷിക്കപ്പെട്ടവനാണ്. അവന് സൗഖ്യം വന്നെങ്കിൽ, ആ ബോധ്യം അവനുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവൻ പെരുമാറുന്നത്. ഞാൻ വിധിക്കുന്നില്ല രക്ഷിക്കപ്പെട്ടാണോ ഇല്ലയോ എന്ന്, പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം അതിനേക്കാൾ പരിതാപകരമാണ്. അവന് സംസാരത്തിനടിക്കും, അങ്ങളെ ഒരു കാര്യത്തിലൊരു ഹെൽപ്പ് വേണം. അവ പറയാം, ഞായറാഴ്ച സഭയിൽ ഒരു ആലോചന പറയാൻ എങ്ങനെ തോട്ട് പറയാം. അപ്പം നോക്കണേ, നമ്മുടെ മധ്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ആത്മീയ അധപ്പതനത്തിൻ്റെ ഒരു തെളിവാണ്. ഈ ആള് ദൈവത്തോട് യാതൊരു കൂട്ടായ്മയിലും അല്ല ജീവിക്കുന്നത്. പക്ഷേ അവൻ വിചാരിച്ചിരിക്കുന്നത് ആത്മീയത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞായറാഴ്ച വന്ന് സഭയിലൊരു ആലോചന പറയണം, അതിന് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവൻ എന്നോട് പറയാം. ആലോചന പറയണം കേട്ടോ, പറയേണ്ടെന്നല്ല നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നത്. വളരെ സന്തോഷം, ഇനിയും പറയണം. പക്ഷേ അതല്ല ആത്മീയത്വം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള അടുപ്പത്തിൽ ജീവിക്കുന്നതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് സ്തോത്രം ചെയ്യുന്നതും ചിന്ത പറയുന്നതും. അല്ലാതെ സ്തോത്രം ചെയ്യുന്നതും ചിന്ത പറയുന്നതും അല്ല ആത്മീയത്വം എന്ന് പറയുന്നത്. സൗഖ്യമായി എന്ന് ബോധ്യമുള്ളവൻ ചെയ്യുന്ന കാര്യം അവൻ മടങ്ങി വരും. സ്പോണ്ടേനിയസ് ആയിട്ട്, നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് സംഭവിക്കൊണ്ടൊരു കാര്യമാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനേകർക്കും ദൈവവചനത്തോട് താല്പര്യമില്ല, യോഗത്തിന് വരാൻ താല്പര്യമില്ല. ഞാൻ ഒരിടത്ത് ഒരു സഭയിലെ മൂപ്പന്മാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന് യോഗമില്ലെന്ന് അറിയിച്ചാൽ അത്രയ്ക്ക് സന്തോഷമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ സഭയിലെ ആളുകൾ ഇരിക്കുന്നത്. എനിക്ക് വളരെ സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. ഒരു മൂപ്പും പറയാണ്, ഇന്ന് ഏതെങ്കിലും കാരണവശാൽ ഇന്ന് യോഗ ഇല്ല, കൂടാൻ പറ്റുന്നില്ലെന്ന് കേട്ടാൽ അത്രയ്ക്ക് സന്തോഷമെന്ന് പറഞ്ഞ ആളുകൾ ഇരിക്കുന്നതിന്. അപ്പൊ എന്തിനാ ഇവർ യോഗത്തിന് വരുന്നത്? മൂപ്പനെ ബോധിപ്പിക്കാനാണ് യോഗത്തിന് വരുന്നത്. യോഗ ഇല്ലെന്ന് കേട്ടാൽ അത്രയ്ക്ക് സന്തോഷമാണ്. ഇത് ചുമ്മാ പറഞ്ഞതല്ല, ഒരു സഭയുടെ മൂപ്പൻ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ യോഗത്തിന് വരുന്നത്? എന്തിനാണ് നാം ഈ ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉൾപ്രേരണ ഉണ്ടായിട്ടാണോ, അതോ ഒരു ചടങ്ങായിട്ടാണോ? ഇവന്റെ കാര്യം നോക്കുക, ഇവനോട് ആരും പറഞ്ഞില്ല നീ സൗഖ്യമാക്കുവിൻ്റെ അടുത്ത് പോകണം കേട്ടോ എന്ന് ആരും പറഞ്ഞില്ല. കർത്താവ് അവനോട് പറഞ്ഞില്ല. പക്ഷേ സൗഖ്യമായത് കണ്ടപ്പോൾ സ്വാഭാവികമായി അവനുണ്ടായ പ്രതികരണമാണ്, എന്നെ സൗഖ്യമാക്കിയവൻ്റെ അടുത്ത് പോകണം, അവൻ്റെ മുമ്പിൽ വീഴണം,
അവനോട് നന്ദി പറയണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അത് അവൻ ചെയ്തു. നമ്മൾ വായിക്കുന്നത് അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് നന്ദി പറഞ്ഞു. 2 കാര്യം അവൻ ചെയ്തു. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2 കാര്യമായത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല, ഞാൻ ആ വാക്യം പറയുക മാത്രം ചെയ്യാം. റോമർ 1:21 അത് എഴുതിയിട്ടുണ്ട്, ഇത് ദൈവം പ്രതീക്ഷിക്കുന്നു എന്ന്. എന്താണെന്നറിയാമോ? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഹൃദയങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. മനുഷ്യവർഗത്തിനെതിരെ ദൈവത്തിന്റെ കുറ്റപത്രം. ദൈവം 2 കുറ്റം മനുഷ്യനെതിരെ ആരോപിക്കുക. എന്തൊക്കെയാണ്? ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തിയില്ല, 2 നന്ദി പറഞ്ഞില്ല. ദൈവം മനുഷ്യരിൽ പ്രതീക്ഷിക്കുന്ന 2 കാര്യം. പ്രിയപ്പെട്ടവരെ, ആരാധിക്കുക എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. കേവലം നന്ദി പറയുന്നതല്ല ആരാധന. ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാലും നമ്മൾ താങ്ക് യു എന്ന് പറയും, അല്ലേ? അത് ആരാധനയല്ല. എന്താ ആരാധന എന്ന് പറയുന്നത്? ആരാധനയിൽ നന്ദിയുണ്ട്. നമ്മെ രക്ഷിച്ചതിന് നമ്മൾ നന്ദി പറയും. ഇന്ന് രാവിലെ പറഞ്ഞു, അത് പറയണം. എന്നാൽ ആരാണ് രക്ഷിച്ചത്? ആ ആളുടെ ആളത്വത്തിന്റെ മഹത്വം, അയാളുടെ ശ്രേഷ്ഠത, അയാളുടെ നന്മ, അയാളുടെ ഹൃദയവിശാലത, അതെത്രയോ വലുതാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ കുഷ്ഠരോഗി വന്ന് നന്ദി പറഞ്ഞതെന്ന് മാത്രമല്ല, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവനെ ഉപകാരം ചെയ്ത കർത്താവിനെ അവൻ മഹത്വപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, അഡോറേഷൻ. ആരാധന എന്നാണ് എൻ്റെ തർജ്ജമയായിട്ട് ഗൂഗിളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അഡോറേഷൻ എന്നൊരു വാക്കുണ്ട്. അഡോറേഷൻ എന്നുള്ള വാക്കിൻ്റെ ഡിക്ഷണറിയിലെ അർത്ഥം ഞാൻ നോക്കി. അഡോറേഷൻ എന്നുള്ളത് വാക്കിൻ്റെ ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം പ്രൊഫൗണ്ട് അഡ്മിറേഷൻ and reverence for someone highly valued. Profound admiration and reverence for someone highly valued. വളരെ ഉന്നതനായി വിലമതിക്കപ്പെടുന്ന ഒരാളോട് നാം കാണിക്കുന്ന ഭക്തി ആദരവുകൾ, അതാണ് അഡ്മിറേഷൻ, അതാണ് അഡോറേഷൻ. ഈ കുഷ്ഠരോഗി അതാണ് ചെയ്തത്. തന്നെ സൗഖ്യമാക്കിയ അവന് മഹത്വം കൊടുക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താ അത്? ബാക്കിയുള്ളവർ എവിടെ? അതിൽ നിന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് പ്രതീക്ഷിക്കുന്നു. എന്ത് പ്രതീക്ഷിക്കുന്നു? സൗഖ്യമാക്കിയവർ മടങ്ങി വരണമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിക്കുന്നു. മടങ്ങി വന്നില്ലെങ്കിൽ അത് കർത്താവിന്റെ ഹൃദയത്തിന് ദുഃഖമാണ്. The Lord notices your ingratitude. നിന്റെ നന്ദികേട് കർത്താവ് നോട്ട് ചെയ്യും. അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരും മടങ്ങി വന്നില്ല എന്നുള്ളത് കർത്താവ് ഇഗ്നോർ ചെയ്തില്ല. അത് സാരല്ലേ, പോട്ടെ, അവര് വരാനത്തില്ല, വന്നില്ലെന്നേ ഉള്ളൂ, അങ്ങനെയാണ് പറഞ്ഞത്. വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവര് വരാതിരുന്നത് കർത്താവ് പ്രത്യേകം നോട്ട് ചെയ്തു. കേവലം യോഗത്തിന് വരാതിരിക്കുന്നത് മാത്രമല്ല, ദൈവസന്നിധിയിൽ വരാതിരിക്കുന്നത്, ദൈവവുമായുള്ള അടുത്ത കൂട്ടായ്മയിൽ നീ നടക്കാതിരിക്കുന്നത് ദൈവം പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ജീസസ് മിസ്ഡ് ദം. ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് മിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ കുറച്ച് നാളത്തേക്ക് വേറൊരിടത്ത് പോയി, നമ്മളോട് വളരെ അടുത്തിരുന്ന ഒരാൾ. അപ്പം നമ്മൾ അതിലെ ഫോൺ വിളിക്കുമ്പോൾ പറയും, ഐ മിസ് യു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിന്റെ അഭാവം എനിക്ക് അനുഭവപ്പെടുന്നു എന്നാ. ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന ആളെ ഇപ്പോൾ കുറേ ആളായിട്ട് വേറൊരിടത്താ. ഇപ്പം നമ്മൾ പറയും, വി മിസ് യു, ഞങ്ങൾക്ക് നിന്റെ അഭാവം അനുഭവപ്പെടുന്നു എന്നാണ്. നിന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നാണ് ഐ മിസ് യു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുകയാണ്, ദ ലോർഡ് ജീസസ് മിസ്ഡ് ദം. അവരുടെ അഭാവം കർത്താവിന് വിഷമമുണ്ടാക്കി. അവര് വരാതിരുന്നത് കർത്താവ് നോട്ട് ചെയ്തു. ആ 9 പേര് അവര് കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ അനേക നാളുകളായിട്ട് ജീസസ് കണ്ടിന്യൂസ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യം കർത്താവ് അനേക നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ചോദ്യം? എന്താ അവര് വരാഞ്ഞ്? എന്നിൽ നിന്ന് വളരെ അനുഗ്രഹം അവർ പ്രാപിച്ചു, രക്ഷ പ്രാപിച്ചു, ആത്മീയ അനുഗ്രഹം പ്രാപിച്ചു, ഭൗതിക നന്മ പ്രാപിച്ചു, എന്നിട്ടും അവർ വന്നില്ലല്ലോ. എത്രയോ ദുഃഖകരമായൊരു ചോദ്യമാണ് വാസ്തവത്തിൽ അത്. ഈ ആളുകള്, ഈ വരാതിരുന്ന ആളുകള്
ഈ പുരോഹിതന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തല്ലേ, പുരോഹിതന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് അവർ വന്നില്ല. അതിൽ നിന്നൊരു കാര്യം നമ്മൾ കാണുന്നത്, they were willing to do a religious ceremony for their own benefit, but they were not willing to come back to the Lord to thank him. അവരുടെ നന്മയ്ക്ക് വേണ്ടി, എന്താ അവരുടെ നന്മ എന്ന് പറഞ്ഞാൽ രോഗം സുഖമാകാം, അവരുടെ നന്മയ്ക്ക് വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി മതപരമായ ഒരു ചടങ്ങ് അനുഷ്ഠിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇന്നടത്ത് പോയി പുരോഹിതന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതിനാ പ്രയാസം? ആത്മീക ശുശ്രൂഷയ്ക്കാണ് പ്രയാസം. മതപരമായ ചടങ്ങ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. ഇന്ന പള്ളിയിൽ പോകണം, മെഴുകുതിരി കത്തിക്കണം, പൂ കൊടുക്കണം, കാശ് കൊടുക്കണം, അതാർക്കും ചെയ്യാം. അതിന് പ്രയാസമൊന്നുമില്ല. പിന്നെ പ്രയാസം ഏതിനാ? ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഭക്തി ആദരവോടുകൂടെ ദൈവത്തെ സേവിക്കുക, അതാണ് പ്രയാസം. മതപരമായ ചടങ്ങുകൾക്ക് പ്രയാസമില്ല. ഈ 9 പേര് മതം അനുശാസിക്കുന്ന ചടങ്ങ് ചെയ്യാൻ അവർ സന്തോഷത്തോടെ പോയി. എന്നാൽ സൗഖ്യമാക്കിയവന്റെ അടുത്ത് മടങ്ങി വരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. They were more concerned about their external religious ceremony than their internal spiritual service. ബാഹ്യമായ ചടങ്ങ് ആയിരുന്നു അവർക്ക് പ്രധാനം. ആന്തരികമായ ആത്മിക ശുശ്രൂഷ, ഹൃദയത്തിൽ നിന്ന് ഉയർന്ന നന്ദി, ആദരവ്, അത് നൽകാനായിട്ട് അവർ കൂട്ടാക്കിയില്ല. ഈ 9 പേരെ കുറിച്ച് നമുക്ക് പറയാം. They had cleansed bodies but sick heart. അവർക്ക് ശുദ്ധമായ ശരീരം ഉണ്ടായിരുന്നു, പക്ഷേ രോഗം പിടിച്ച മനസ്സാണ്. എന്നാൽ ഈ ഒരുവനെ കുറിച്ച് he had cleansed body and also cleansed heart. അവന് ശുദ്ധമായ ശരീരവും ഉണ്ടായിരുന്നു, പിന്നെ ശുദ്ധമായ ഹൃദയവും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആളുകൾ 9 പേര് ഭൗതിക നന്മ ലഭിക്കുന്നതിൽ അവർക്ക് വളരെ താല്പര്യമാണ്. അതിനെന്ത് അവർ ചെയ്യും? പുരോഹിതനടുത്ത് പോകണോ? പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനാ? എനിക്ക് കിട്ടാൻ, എനിക്ക് സുഖം കിട്ടാൻ, എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ. എന്നാൽ കാര്യം സാധിക്കാനല്ല, കാര്യം സാധിപ്പിച്ചു തരുന്നവനോട് നന്ദി പറയുവാൻ, അവനോട് ഭക്തിയും ആദരവും കാണിക്കുവാൻ. ബാഹ്യമായതല്ല, ആന്തരികമായ ഒരു ശുശ്രൂഷ, ആത്മീയമായ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ മുമ്പേ പൗലോസിനോട് ദൈവം കാണിച്ച കരുണയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 1 കൊരിന്ത്യർ 15-ന്റെ 9-10 വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നോട് ദൈവം കാണിച്ച കൃപ വ്യർത്ഥമായി, വെറുതെ പോയില്ല, വേസ്റ്റായി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന വലിയ കരുണ, വലിയ സൗഖ്യം, അത് വേസ്റ്റായി പോയോ? അതുകൊണ്ട് സാധിക്കേണ്ട കാര്യം, നമുക്ക് സൗഖ്യം ലഭിച്ചു, അതിനോട് പ്രതികരണമായി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശത്തിന് എളുപ്പത്തിലുള്ള ഒരു തലവാചകം കൊടുത്താൽ എന്ത് കൊടുക്കാൻ പറ്റും? അവർ റെസ്പോൺസ് ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ദൈവം നമുക്ക് തന്ന ഉപകാരങ്ങളോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? നമ്മുടെ പ്രതികരണം, നമ്മൾ അവൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ യോഗത്തിന് വന്ന് സ്തോത്രം ചെയ്യുക, അത് മാത്രം പോരാ. അത് വേണമെന്ന് പറയല്ല. നമ്മുടെ ഹോൾ ലൈഫ്, നമ്മുടെ ജീവിതം മുഴുവൻ നമുക്കിത്ര വലിയ ഉപകാരം ചെയ്തതിനോടുള്ള നന്ദിയുടെ പ്രദർശനമായിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിലെ വാക്യം. എന്താ റോമർ 12-ൽ പറയുന്നത്? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. എന്താ ദൈവത്തിൻ്റെ മനസ്സലിവ്? ഇതിന് മുമ്പത്തെ അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം എത്ര വലിയ മനസ്സലിവ് രക്ഷയിൽ കൂടി ഒരുക്കിയെന്ന്. അതിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. പ്രിയപ്പെട്ടവരെ, അവര് കരുണയ്ക്കായി നിലവിളിച്ചു. ദൈവം അവരോട് മനസ്സലിവ് കാണിച്ചവരെ സൗഖ്യമാക്കി. അവരുടെ പ്രതികരണം എന്തായിരിക്കണം? ദൈവത്തിന്റെ മനസ്സലിവ് അവർക്ക് ലഭിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അവരെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം.
നമ്മുടെ പ്രതികരണം അതായിരിക്കും. കേവലം ദൈവത്തോടൊരു നന്ദി പറയുക എന്നുള്ളത് മാത്രമല്ല, അവർ ഹോൾ ലൈഫ്, നമ്മുടെ ജീവിതം മുഴുവൻ ഇത്ര വലിയൊരു ട്രാൻസ്ഫർമേഷൻ നമ്മിൽ വരുത്തിയ, രൂപാന്തരം വരുത്തിയ, പാപകുഷ്ഠത്തിൽ നിന്ന് അത്ഭുതകരമായ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു രോഗസൗഖ്യം, വിടുതൽ നമുക്ക് നൽകിയ ദൈവത്തോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ജീവിതകാലം മുഴുവൻ നമ്മെ തന്നെ അവന് സമർപ്പിച്ചു. റോമാലയത്തിൽ നമ്മൾ വായിച്ച പോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ അവിടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, 12-28 വാക്യം. നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യും. ഈ ഒരു വിഷ്ണു മടങ്ങി വന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. തിരുവഴുത്ത് നമ്മളോട് പറയാണ്, നമ്മള് നന്ദിയുള്ളവരായി, കേവലം നന്ദി പറയണമെന്ന് മാത്രമല്ല, നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തെ സേവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപകൃഷ്ണൻ കർത്താവ് മാറ്റത്താണ് വലിയ രൂപാന്തരം നമ്മിൽ വരുത്തി. നാം എന്ത് ചെയ്യണം? നാം മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ നാം മനഃപൂർവ്വമായി എഫർട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവനെ മഹത്വപ്പെടുത്തണം, അവന് നന്ദി പറയണം. നന്ദികേട് കാണിക്കരുത്. കർത്താവ് നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നാം അത് ചെയ്യുന്നില്ലെങ്കിൽ അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമാണ്. അവൻ ചോദിക്കുകയാണ് ബാക്കിയുള്ളവരെവിടെ എന്ന്. നാം അവൻ്റെ സന്നിധിയിൽ വന്ന് വീഴുക, അവനെ ആരാധിക്കുക മാത്രമല്ല, അതൊരിക്കൽ ചെയ്യേണ്ട കാര്യമായിട്ടല്ല, ജീവിതകാലം മുഴുവൻ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തിന് പ്രസാദം വരുമാറും അവന് നന്ദി അർപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം തന്നെ അവനോടുള്ള നന്ദിയുടെ പ്രദർശനമായി ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഭയത്തോടെ ജീവിക്കാം, ഭക്തിയോടെ ജീവിക്കാം, നന്ദിയോടെ നമ്മുടെ നാളുകൾ നമുക്ക് കഴിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും.